Hello students, welcome back to LearnSub. So motion in a straight ലൈനിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻസിനെ നമ്മൾ ഗ്രാഫ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. നമ്മളിവിടെ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. വെലോസിറ്റിനെ നമ്മൾ വൈ ആക്സിസിലും ടൈമിനെ നമ്മൾ എക്സ് ആക്സിസിലും എടുക്കുന്നു. ദെൻ ഒരു യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ. എന്താണ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ആക്സലറേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ആ ആക്സലറേഷനെ നമ്മൾ എന്തെടുക്കുന്നു? എ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് എന്ത് തരുന്നത്? ആക്സലറേഷൻ തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ നോക്കുമ്പോൾ ഇനീഷ്യലി ഈ ബോഡിക്കുണ്ടാവുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് യു ആണ്. ആഫ്റ്റർ എ ടൈം ടി ആ ബോഡി ആക്സലറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പീഡ് കൂടുന്നു, വെലോസിറ്റി കൂടുന്നു. ദെൻ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് ആക്സലറേഷൻ തരും. സോ ആക്സലറേഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദാറ്റ് ലൈനാണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? v - u ഡിവൈഡഡ് ബൈ ടി എന്ന് വരും. അങ്ങനെയാണ് ഇവിടെ നിന്നും എ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, അതായത് ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് എ ടി എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് നോക്കാം. നമുക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താണ്? ആദ്യത്തിൽ നമ്മൾ സ്ലോപ്പാണ് കൺസിഡർ ചെയ്തത്. സോ ഇനി നമ്മൾ എന്തെടുക്കുന്നു? ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കുന്നു. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ടി ടൈം കൊണ്ട് ഇവിടെ ബോഡിക്കുണ്ടായിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ട്രപ്പീസിയമാണുള്ളത്. ഇതാണ് ട്രപ്പീസിയം. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ സം ഓഫ് പാരലൽ സൈഡ്, സോ ഇതൊരു പാരലൽ സൈഡാണ്, ഇത് മറ്റൊരു പാരലൽ സൈഡാണ്, ഇൻറ്റു ഹാഫ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഏരിയ കിട്ടുക, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സം ഓഫ് പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി പ്ലസ് യു ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വരും. സോ ആദ്യ ഇക്വേഷനിൽ നിന്നും ഇവിടെ നിന്നും നമുക്ക് ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ആ വി മൈനസ് യു ബൈ എ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ എന്ന് വരും. സോ അതിന് നമുക്കറിയാം വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്ത് വരും? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ആണ് വരിക. സോ നമ്മളിവിടെ അതിങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a എന്ന് വരും. സോ ആ 2a അങ്ങോട്ട് ക്രോസ് ചെയ്തതിനാൽ 2a ഇൻറ്റു എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം. ഇതേ ഏരിയയിൽ നിന്ന് തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷനും ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സോ നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷനാണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം റിലേഷൻ നമ്മൾ ഈ പറയുന്ന സെയിം ഇക്വേഷനിൽ നിന്ന് തന്നെയാണ്, സെയിം ഏരിയയിൽ നിന്ന് തന്നെയാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു ഏരിയ ആണ്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഹാഫ് ഓഫ് സം ഓഫ് പാരലൽ സൈഡ്. സം ഓഫ് പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞാൽ വി പ്ലസ് യു ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ടി ആണ്. ഇത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് ടി ആണ്. സോ നമുക്ക് തൊട്ട് മുമ്പത്തെ ഇക്വേഷനിൽ നിന്നും ഫസ്റ്റ് ഡിറൈവ് ചെയ്ത ഇക്വേഷൻ എന്താണ്? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്നതാണ്. സോ ഇവിടെയുള്ള വിക്ക് പകരം നമ്മൾ യു പ്ലസ് എ ടി കൊടുത്തു കഴിഞ്ഞാൽ എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു യു പ്ലസ് എ ടി പ്ലസ് യു ഇൻറ്റു ടി എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു
ഹാഫ് ഇൻറ്റു 2u പ്ലസ് എ ടി ഇൻറ്റു ടി വരും. സോ ആ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് ഈസ് ഈക്വൽ ടു 2ut പ്ലസ് എ ടി സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ 2 വരും. സോ ആ 2 കൊണ്ട് രണ്ട് ടേമിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ എസ് ഈസ് ഈക്വൽ ടു 2/2 ക്യാൻസൽ ചെയ്യും. സോ യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ ടി സ്ക്വയർ എന്ന് പറയുന്ന മൂന്നാമത്തെ ഇക്വേഷനും നമുക്ക് ലഭിക്കും. സോ അങ്ങനെയാണ് നമ്മൾ ഗ്രാഫിൽ നിന്നും ഇക്വേഷൻസ് ഓഫ് മോഷൻ